നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ യുവത്വത്തിൻ്റെ അത്യാവശ്യമായ ഘടകങ്ങളിൽപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, സമൂഹം ചില വിഷയങ്ങൾ കാണുമ്പോൾ, അല്ലെ ചില ആളുകൾ ചില വിഷയങ്ങൾ കാണുമ്പോൾ, അത് എനിക്ക് നേരെ വരട്ടെ, എൻ്റെ കുടുംബത്തിന് നേരെ വരട്ടെ, അത് വരുന്നത് വരെയും ഞാൻ എന്തിന് പ്രതികരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ആളുകളോ അല്ലെ ഒരു സമൂഹത്തിലെ ചില ആളുകളാണ് നമ്മളെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഡ്രഗ്സിൻ്റെ ഇത്തരം മാഫിയ നമ്മുടെ സമൂഹത്തിൽ, നമ്മളെ നാട്ടിൽ ഇത്രയും പിടിമുറുക്കാനുള്ള കാരണം. നമുക്കറിയാം, പ്രതികരിക്കുന്നവൻ ഒറ്റപ്പെട്ടു പോവുകയും അവന് അപകടങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ശത്രുക്കൾ അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ അപകടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടിൻ്റെ കാവലാളാളുകയും മയക്കുമരുന്നിനും മറ്റു കാര്യങ്ങൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കാൻ നമ്മൾ മുമ്പോട്ട് വരികയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്ക് നേരിട്ട് അനുഭവമുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി മയക്കുമരുന്ന് മാഫിയയുടെ കരിയറാവുകയും അവർ പോലീസ് സ്റ്റേഷനിൽ മാതാവ് എത്തിച്ചിട്ട് എന്തുകൊണ്ടോ അവർക്ക് നീതി ലഭിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കാതെ വരുന്നൊരവസരത്തിൽ എൻ്റെ അടുത്ത് വരികയും ബഹുമാനപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ വിഷയത്തിൽ ഇടപെടുകയും ആ കുട്ടിയെ ആ രീതിയിലേക്ക് കൊണ്ടുപോയ 13ഓളം ആളുകളെ അറസ്റ്റ് ചെയ്യിച്ച ഒരു സംഭവം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മറ്റു ബന്ധുക്കൾ, നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ദൈനംദിന കാര്യങ്ങൾ വാച്ച് ചെയ്യാനും ശ്രദ്ധിക്കാനും തയ്യാറാവണം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു പ്രവർത്തനം എൻ്റെ സുഹൃത്തുക്കൾ മുമ്പോട്ട് കൊണ്ടുവന്നതിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആവശ്യമായ പിന്തുണ കൊടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് പറയാനുള്ളത്.